ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. കാരണം ഇത് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുവാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഉച്ചവരെയുള്ള കാര്യമാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം മറ്റേ വീഡിയോയിൽ അത് ഇടാത്ത എന്താണെന്ന് വെച്ചാൽ അത് വീഡിയോ ലെങ്ത് കൂടിപ്പോകും. അത് കാരണമാണ് അതിലിടാത്തത്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ ഇരിക്കുകയാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ദൂരമായി ഞങ്ങൾ എത്തി. അപ്പം കുറച്ച് നാളായി കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോയിട്ട്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ നമ്മൾ കുറച്ച് ദൂരം ആയപ്പോഴത്തേക്കും മോൻ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇപ്പം 7ാം ക്ലാസ് വരെയുള്ള മോൻ പഠിക്കുന്ന സ്കൂളിൽ, അപ്പോൾ മോനെ വേറൊരു സ്കൂളിലോട്ട് ആക്കണം. ആ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് ദൂരം ആയപ്പോഴത്തേക്കും അവിടെ ഒരു റോഡ് സൈഡിൽ ചക്ക വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വരിക്കച്ചക്ക. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇവിടുന്ന് ചക്ക വാങ്ങിക്കുന്നതാണ്. ചേട്ടൻ ഇടയ്ക്കൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. നല്ല മധുരമാണ് ഇവിടുത്തെ ചക്ക. ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. അങ്ങനെ ചക്കയും വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴാണ് വേറൊരു വണ്ടി ഒന്ന് ഹോൺ അടിച്ചത്. ചേട്ടൻ അപ്പുറത്തെ സൈഡിൽ നിൽക്കില്ലായിരുന്നോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് പോയി. അങ്ങനെ ചക്കയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ നേരെ പെട്രോൾ പമ്പിലേക്കാണ് പോയത്. അങ്ങനെ ഡീസൽ അടിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും അവിടെ ഒരാൾ വന്ന് നമ്മുടെ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. നമ്മളെ കാറിൻ്റെ ഗ്ലാസ് ക്ലീൻ ചെയ്യുകയാണ്. അപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്തു എല്ലാ പമ്പിലും ഇതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു. അങ്ങനെ ആ ചേട്ടന് കുറച്ച് ടിപ്പൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോയത്. അത് കൊള്ളാം കേട്ടോ, ഇങ്ങനെ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നത്. വെള്ളായണിയിലുള്ള പെട്രോൾ പമ്പിലാണ് ഞങ്ങൾ ഡീസൽ അടിക്കാൻ കയറിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും റോഡ് സൈഡിൽ കുറേ വട്ടിപ്പലഹാരം വെച്ചുകൊണ്ടിരിക്കുകയാണ്. വട്ടിപ്പലഹാരം എന്ന് പറയുമ്പോഴത്തേക്കും കുറേ മധുര പലഹാരങ്ങൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. സാധാരണ ഉത്സവ സ്ഥലങ്ങളിലാണ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത്. ഇവിടെ ഉത്സവം നടക്കുകയാണ് കേട്ടോ. ഉത്സവം നടക്കുന്നത് പള്ളിയിലാണ്. ഉത്സവം നടക്കുന്നത് പള്ളിയിൽ എന്തോ പരിപാടി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വച്ചേക്കുന്നതാണ് ഈ വട്ടിപ്പലഹാരം. അപ്പോൾ കുറേ ഉണ്ട് കേട്ടോ, കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ ഈ മധുര പലഹാരങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ആവേശമാണ്. അതുകൊണ്ട് ചേട്ടൻ ചാടി ഇറങ്ങി വട്ടിപ്പലഹാരം വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങി. നല്ല ചൂട് സാധനമാണ്, നല്ല ചൂടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണത്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിച്ചു. ഈ ഇടതുവശത്ത് കാണുന്ന ഈ ആർച്ച് പോലെ കെട്ടി വെച്ചിരിക്കുന്ന ആ ഭാഗത്താണ്, ആ പള്ളിയിലാണ് ഉത്സവം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ കുറേ സ്നാക്സൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അവിടുന്ന് ഞങ്ങൾ പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് മോള് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ പോപ്കോൺ. ഞാനും കുറച്ച് കഴിച്ചു. ഞങ്ങളെല്ലാവരും കഴിച്ചു. നല്ല എരിവുണ്ടായിരുന്നത്. ഞങ്ങൾ നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തി. അവിടെ കാണുന്നതാണ് റെയിൽവേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിൽ അങ്ങ് മുകളിലോട്ട് കാണുന്നതാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഇവിടുന്ന് അങ്ങ് മുകളിലോട്ട് കയറി പോകണം. മോൻ ആദ്യമേ കയറിപ്പോയി കേട്ടോ. മോൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാനും അവിടുന്ന് കയറി വരികയാണ്. ഞാൻ വന്നപ്പോൾ ജനലിലൂടെ ഒരാൾ നോക്കിക്കൊണ്ട് നിന്നിട്ട് അങ്ങ് അകത്തോട്ട് കയറി ഓടുന്ന കണ്ടേ. അപ്പം അവളെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇത് ചേട്ടായിയുടെ മോളാണ്. അപ്പം ചേട്ടായിക്ക് 3 മക്കളാണ്. അപ്പോൾ ഒരു മോനും 2 പെൺമക്കളുമാണുള്ളത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ആൾ. അതിന് മൂന്നാമത്തെ ഒരാളുണ്ട്. അപ്പോൾ അവർ ഏറ്റവും ഇളയ ആളാണ് എന്നെ കണ്ടിട്ടങ്ങ് ഓടിക്കളഞ്ഞത്. അപ്പോൾ മോള് എൻ്റെ കയ്യിലിരിക്കുകയാണ്, മൂത്താൾ. അപ്പോൾ അവൾ ഞാൻ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പം വന്നപ്പം ചായയൊക്കെ ഇട്ട് തന്നു. അപ്പോൾ അവിടെ കാണുന്നതാണ് ഇളയാൾ. അവൾ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ വന്നപ്പോഴത്തേക്കും അവൾ ഒരൊറ്റ ഓട്ടം ഓടി അവിടെ നിന്ന് അകത്തുനിന്ന്. അപ്പം അത് കഴിഞ്ഞിട്ട് അവൾ ആദ്യം പിണക്കമായിരുന്നേ മൂത്താൾ. അപ്പോൾ അവൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കയ്യിൽ വന്നു. അങ്ങനെ ഇരിക്കുകയാണ്. ചേട്ടനെ കാണുമ്പോഴത്തേക്കും അങ്ങോട്ട് കരച്ചിൽ തുടങ്ങും. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ എടുത്തു വെച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ
അവൾ എൻ്റെ മോള് അവളെ വലിച്ചെടുക്കുകയാണ്. അവളെ കൊണ്ട് പറ്റില്ലെങ്കിലും അവൾ വലിച്ചെടുക്കുകയാണ്. അവൾക്ക് എടുക്കണം. ഇവരെ കാണുമ്പോഴത്തേക്കും കുഞ്ഞുമാരെ കാണുമ്പോഴത്തേക്കും അവൾക്ക് എടുക്കണം. പക്ഷെ അവളെ കൊണ്ട് പറ്റൂല. എങ്കിലും അവൾ ശ്രമിക്കുകയാണ് എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അച്ഛനാണ് അവിടെ ഇരിക്കുന്നത്. ചേട്ടയുടെ വൈഫും അമ്മയൊക്കെ അങ്ങ് അകത്ത് അടുക്കളയിൽ നിൽക്കുകയാണ്. പൊന്നൂട്ടി അവിടെ ഒന്ന് ഡാൻസ് കളിക്കുമായിരുന്നേ. അപ്പോൾ അവിടെ പാട്ടിട്ടിട്ടുണ്ട്. അത് കേട്ട് ഡാൻസ് കളിക്കുകയാണ് അവൾ. അത് കഴിഞ്ഞിട്ട് ചേട്ടായി വരുന്നത് കണ്ടിട്ട് നേരെ അങ്ങ് ഓടി കേട്ടോ. ഓടിയിട്ട് അവിടെ വീണ്ടും അടുത്ത കളി തുടങ്ങി. ഭയങ്കര ഡാൻസായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവളുടെ കലാപരിപാടികളൊക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കുറേ നേരം വരെ. അങ്ങനെ ഞാനെന്താ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായയും പലഹാരവും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും കുടിച്ച് നമ്മൾ താഴെ നിന്ന് വരുമ്പോഴേ അങ്ങ് ഭയങ്കര വിളിയാണ്. അങ്ങനെ അതിന് ഭക്ഷണം ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പാവം വയസ്സായിട്ടുണ്ട്. എൻ്റെ മോൻ്റെ പ്രായമാണ് കേട്ടോ ഈ പട്ടിക്ക്. അപ്പം ഞാൻ മോനെ പ്രസവിച്ച് കിടന്നപ്പോഴാണ് ഈ ഒരു കുഞ്ഞു പട്ടിക്കുട്ടി അച്ഛൻ എടുത്തുകൊണ്ട് വന്നത്. അപ്പം മുതലേ അതിവിടെ ഉണ്ട്. ഇല്ല ഓ കിട്ടിയില്ലല്ലേ. ഇതിവിടുത്തെ അയ്യേ കാണട്ടെ കണ്ണാ കാണട്ടെ ഞാൻ കാണിക്കാം. കൊള്ളാം കൊള്ളാടാ കണ്ണ. ഓ മസിലൊക്കെ ഉണ്ട്. എടുത്ത മക്കളെ മഴ പെയ്യണ് മക്കളെ. മഴ പെയ്യണ് അകത്തോട്ട് കയറി. ഓ ഒന്നില്ലോ മക്കളെ. ഒന്നൂടെ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 6:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.